ആഫ്രിക്കൻ വൻകരയുടെ തന്ത്രപ്രധാന മേഖലയായ ഹോൺ ഓഫ് ആഫ്രിക്കയിൽ വൻ ശക്തികൾ തമ്മിലുള്ള നിഴൽ യുദ്ധം പുതിയൊരു സായുധ ഏറ്റുമുട്ടലിന്റെ വക്കിലേക്ക് നീങ്ങുകയാണ്. കടലിലേക്ക് അതിർത്തിയില്ലാത്ത രാജ്യമെന്ന അവസ്ഥ തങ്ങൾക്ക് ഇനി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന എത്യോപ്യയുടെ കടുത്ത പ്രഖ്യാപനമാണ് ഈ മേഖലയെ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തിയിരിക്കുന്നത്. ചെങ്കടൽ തീരങ്ങളിൽ തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കുന്നതിനായി ഈജിപ്തും എറിത്രിയയും തമ്മിൽ ഒപ്പുവെച്ച തന്ത്രപ്രധാനമായ സമുദ്ര ഗതാഗത കരാറിന് തൊട്ടു പിന്നാലെയാണ് എത്യോപ്യയുടെ ഈ തുറന്ന യുദ്ധപ്രഖ്യാപനം പുറത്തു വന്നിട്ടുള്ളത്. ഭൂമിശാസ്ത്രപരമായ ഈ പുതിയ നീക്കങ്ങൾ ഹോൺ ഓഫ് ആഫ്രിക്കയിലെ സൈനിക സാമ്പത്തിക ശക്തി സന്തുലനത്തെ പൂർണ്ണമായി മാറ്റിമറിക്കുന്ന ഒന്നാണ്. എത്യോപ്യയുടെ സ്ഫോടനാത്മകമായ സൈനിക സാമ്പത്തിക വളർച്ചയെ പൂർണ്ണമായും തളയ്ക്കാനും അവരെ തടവിലാക്കാനും ലക്ഷ്യമിട്ടുകൊണ്ട് ഈജിപ്തിന്റെ നേതൃത്വത്തിൽ വലിയൊരു തന്ത്രപ്രധാന പ്രതിരോധ കോട്ടയാണ് രൂപപ്പെടുന്നത്. എറിത്രിയ, സൊമാലിയ, ജിബൂട്ടി എന്നീ രാജ്യങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് എത്യോപ്യയ്ക്ക് ചുറ്റും ഒരു സാമ്പത്തിക സൈനിക ഉപരോധ വലയം തീർക്കാനാണ് കൈറോ ശ്രമിക്കുന്നത്. നൈൽ നദിക്ക് കുറുകെ എത്യോപ്യ നിർമ്മിച്ച വൻകിട ഡാമായ ഗ്രാൻഡ് എത്യോപ്യൻ നവോത്ഥാന ഡാമിനെ ചൊല്ലി ഈജിപ്തും എത്യോപ്യയും തമ്മിൽ വർഷങ്ങളായി കടുത്ത തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നൈൽ നദിയിലെ ജലലഭ്യത കുറയുന്നത് തങ്ങളുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന ഭയം ഈജിപ്തിനുണ്ട്. ഈ ഡാം തർക്കത്തിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ചെങ്കടൽ തീരങ്ങളെ സാക്ഷിയാക്കി പുതിയൊരു തന്ത്രപരമായ ഉപരോധത്തിന് ഈജിപ്ത് തുടക്കമിട്ടിരിക്കുന്നത്. ഈജിപ്ത് എറിത്രിയ സമുദ്ര കരാർ പ്രകാരം ചെങ്കടൽ മേഖലയിലെ കപ്പൽ ചാലുകളുടെയും തുറമുഖങ്ങളുടെയും സുരക്ഷയും ഗതാഗതവും ഈ രണ്ട് രാജ്യങ്ങളുടെയും പൂർണ്ണ നിയന്ത്രണത്തിലാകും. എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദിന്റെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് തങ്ങളുടെ സാമ്പത്തിക വളർച്ചയുടെ ശ്വാസം മുട്ടിക്കുന്ന വലിയൊരു നീക്കമാണ്. തങ്ങൾക്കെതിരെ രൂപം കൊള്ളുന്ന ഈ സമുദ്ര ഉപരോധത്തെ എന്ത് വില കൊടുത്തും തകർക്കുമെന്നും കടലിലേക്കുള്ള വഴി തങ്ങൾ സ്വന്തമാക്കുമെന്നുമാണ് അബി അഹമ്മദ് ഇപ്പോൾ പ്രതിജ്ഞയെടുത്തിരിക്കുന്നത്. ഒരു കാലത്ത് എറിത്രിയ എത്യോപ്യയുടെ ഭാഗമായിരുന്നപ്പോൾ രാജ്യത്തിന് സ്വന്തമായി കടൽ തീരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ 1993 എറിത്രിയ സ്വതന്ത്രമായതോടെ എത്യോപ്യ പൂർണ്ണമായും കരയാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യമായി മാറി. തങ്ങളുടെ അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ ഭൂരിഭാഗത്തിനും എത്യോപ്യയ്ക്ക് നിലവിൽ അയൽ രാജ്യമായ ജിബൂട്ടിയുടെ തുറമുഖങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. ഇതിനായി പ്രതിവർഷം കോടിക്കണക്കിന് ഡോളറാണ് എത്യോപ്യ വാടക ഇനത്തിൽ നൽകുന്നത്. ഈ സാമ്പത്തിക ബാധ്യതയും തന്ത്രപരമായ പാരതന്ത്ര്യവും അവസാനിപ്പിക്കാൻ എത്യോപ്യൻ സർക്കാർ കഴിഞ്ഞ കുറെ കാലമായി തീവ്ര ശ്രമത്തിലാണ്. ഇതിന്റെ ഭാഗമായി സൊമാലിലാൻഡ് എന്ന സ്വയംഭരണ പ്രദേശവുമായി എത്യോപ്യ ഒരു തുറമുഖ കരാറിൽ ഒപ്പിട്ടിരുന്നു. സൊമാലിലാൻഡിന്റെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നതിന് പകരമായി ചെങ്കടൽ തങ്ങൾക്ക് സൈനിക താവളവും വാണിജ്യ തുറമുഖവും അനുവദിക്കണമെന്നായിരുന്നു എത്യോപ്യയുടെ ആവശ്യം. എന്നാൽ ഈ കരാർ സൊമാലിയെ കടുത്ത പ്രകോപനത്തിലേക്ക് തള്ളിവിട്ടു. തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് സൊമാലിയൻ സർക്കാർ എത്യോപ്യ സൊമാലിലാൻഡ് കരാറിനെ കണ്ടത്. ഇതോടെയാണ് എത്യോപ്യ ഒറ്റപ്പെടുത്താൻ സൊമാലിയ ഈജിപ്തിന്റെ സഹായം തേടിയത്. ഈ അവസരം കൃത്യമായി ഉപയോഗിച്ച ഈജിപ്ത് സൊമാലിയയുമായി സൈനിക കരാറുകളിൽ ഒപ്പിടുകയും അവിടേക്ക് തങ്ങളുടെ സൈനികരെയും ആയുധങ്ങളെയും അയക്കുകയും ചെയ്തു. ഇതോടെ എത്യോപ്യയുടെ അതിർത്തികളിൽ ഈജിപ്ഷ്യൻ സൈന്യത്തിന്റെ സാന്നിധ്യം ശക്തമായി. ഇപ്പോൾ എറിത്രിയയും ഈജിപ്തുമായി സമുദ്ര സഖ്യത്തിൽ ഏർപ്പെട്ടതോടെ എത്യോപ്യയ്ക്ക് മുന്നിലുള്ള നയതന്ത്ര വഴികൾ അടയുകയാണ്. എറിത്രിയയും എത്യോപ്യയും തമ്മിൽ ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന അതിർത്തി തർക്കങ്ങളും കടുത്ത ശത്രുതയും ഈജിപ്ത് തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കുകയാണ്. ചെങ്കടലിൽ എത്യോപ്യൻ കപ്പലുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ ഈ പുതിയ ഈജിപ്ത് എറിത്രിയ സഖ്യത്തിന് സാധിക്കും. എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉപരോധം തങ്ങളുടെ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെയും സാമ്പത്തിക വികസനത്തെയും പൂർണ്ണമായും തകർക്കുന്ന ഒന്നാണ്. ആഫ്രിക്കയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായ എത്യോപ്യയ്ക്ക് അന്താരാഷ്ട്ര വിപണിയിലേക്ക് സ്വതന്ത്രമായ ഒരു കടൽപാതയില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കടൽ ലഭ്യതയ്ക്കായി സൈനിക ബലപ്രയോഗം നടത്താൻ പോലും തങ്ങൾ മടിക്കില്ലെന്ന സൂചനയാണ് എത്യോപ്യൻ സൈനിക നേതൃത്വം നൽകുന്നത്. ഈ പ്രാദേശിക തർക്കത്തിൽ മറ്റ് ആഗോള ശക്തികളുടെ ഇടപെടലുകളും നിഴൽ യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നുണ്ട്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പോലുള്ള രാജ്യങ്ങൾ എത്യോപ്യയ്ക്ക് കടുത്ത സാമ്പത്തിക സൈനിക പിന്തുണ നൽകുമ്പോൾ മറുഭാഗത്ത് സൗദി അറേബ്യയും മറ്റ് ചില അറബ് രാജ്യങ്ങളും ഈജിപ്തിന്റെ നീക്കങ്ങളെയാണ് പിന്തുണയ്ക്കുന്നത്.
ഈ ഹോൺ ഓഫ് ആഫ്രിക്കയെ വൻ ശക്തികളുടെ പരീക്ഷണശാലയാക്കി മാറ്റുകയാണ്. സൂയസ് കനാൽ വഴിയുള്ള ആഗോള വ്യാപാരത്തിന്റെ പ്രധാന പ്രവേശന കവാടമായ ബാബൽ മന്ദേബ് കടലിടുക്കിനോട് ചേർന്നു കിടക്കുന്ന പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഏത് ചെറിയ സൈനിക ഏറ്റുമുട്ടലും ആഗോള കപ്പൽ ഗതാഗതത്തെയും എണ്ണ വിതരണത്തെയും ബാധിക്കും. ചെങ്കടലിലെ സമാധാനാന്തരീക്ഷം തകരുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന ഭയം പാശ്ചാത്യ രാജ്യങ്ങൾക്കുണ്ട്. ആഫ്രിക്കൻ യൂണിയന്റെ നേതൃത്വത്തിൽ എത്യോപ്യയും അയൽ രാജ്യങ്ങളും തമ്മിലുള്ള ഭിന്നതകൾ പരിഹരിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ചർച്ചകൾ ലക്ഷ്യത്തിലെത്തിയിട്ടില്ല. സ്വന്തം രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന എത്യോപ്യയുടെ നിലപാടും എത്യോപ്യയുടെ വളർച്ചയെ തടയുമെന്ന ഈജിപ്തിന്റെ കടുംപിടുത്തവും ചർച്ചകളെ സ്തംഭനാവസ്ഥയിലാക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഹോൺ ഓഫ് ആഫ്രിക്കയിൽ എന്ത് സംഭവിക്കുമെന്നത് ലോകം അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. ഈജിപ്ത് നിർമ്മിക്കുന്ന ഈ തന്ത്രപ്രധാനമായ ഉപരോധ മതിലിനെ ഭേദിക്കാൻ എത്യോപ്യ സൈനിക നീക്കം നടത്തിയാൽ അത് ആഫ്രിക്ക കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രാദേശിക യുദ്ധത്തിന് വഴി തുറന്നേക്കാം. ചെങ്കടൽ തീരങ്ങളിലെ ഈ വൻ ശക്തി പോരാട്ടം മിഡിൽ ഈസ്റ്റിലെ നിലവിലെ പ്രതിസന്ധികൾക്ക് പിന്നാലെ ലോകത്തിന് പുതിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ്.